ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചിക്കൻ ബിരിയാണിയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അതിനാവശ്യമായത് 1/2 കിലോ ചിക്കൻ, ഉപ്പ്, മുളക്, മഞ്ഞൾ, ചിക്കൻ മസാല പുരട്ടി വെച്ചിരിക്കുന്നത്, 1 കിലോ അരി കഴുകി വാരി വെച്ചത്, 1/2 കിലോ സവോള, 2 മീഡിയം സൈസ് തക്കാളി, 1 ക്യാരറ്റ് മുറിച്ച് വെച്ചത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റാക്കി വെച്ചത്, മല്ലിയില. ആദ്യം തന്നെ നമ്മൾക്ക് ചോറ് വെക്കാനുള്ള പാൻ അടുപ്പത്തേക്ക് വെക്കാം. എന്നിട്ട് ആവശ്യത്തിനുള്ള നെയ്യ് ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യമായ മസാലകൾ ഇടാം. ഞാൻ എല്ലാ മസാലകളും കൂടി പൊടിച്ചു വെച്ചേക്കുന്നതാണ്. ഗ്രാമ്പൂ, കറുവാപ്പട്ട, പെരുംജീരകം എല്ലാം കൂടി പൊടിച്ചു വെച്ചതാണ് ഇടുന്നത്. മസാല ചൂടായി വരുമ്പോൾ നമ്മൾക്ക് അതിലേക്ക് അരി ഇട്ട് കൊടുക്കാം. അരി നന്നായി വറുത്തെടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ക്യാരറ്റ് കൂടി ഇടാം. അരി നന്നായി വറന്നു വന്നതിന് ശേഷം ആവശ്യത്തിനുള്ള വെള്ളം ഒഴിച്ചു കൊടുക്കുക. ഞാനിത് 5 ഗ്ലാസ് അരി ആയതുകൊണ്ട് 10 ഗ്ലാസ് വെള്ളമാണ് എടുത്തേക്കുന്നത്, തിളപ്പിച്ച വെള്ളം. ആവശ്യത്തിനുള്ള ഉപ്പും കൂടി നമുക്ക് അതിലേക്ക് ഇട്ട് കൊടുക്കാം. നന്നായിട്ട് ഇളക്കി മിക്സ് ചെയ്യാം. ചോറ് നല്ല പാകത്തിന് റെഡിയായി വന്നിട്ടുണ്ട്. നമുക്ക് ഓഫ് ചെയ്യാം. ചിക്കൻ ഏകദേശം പൊരിഞ്ഞ് റെഡിയായിട്ടുണ്ട്. ഇനി നമുക്കത് പ്ലേറ്റിലേക്ക് മാറ്റി വെക്കാം. ഇങ്ങനെ വറുത്ത ചിക്കൻ നമ്മൾ മാറ്റി വെച്ചിരിക്കുന്നു. അതേ വെളിച്ചെണ്ണയിലേക്ക് തന്നെ നമ്മൾക്ക് അല്പം കൂടി വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിന് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന സവോള അതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ആ വെളിച്ചെണ്ണയിൽ തന്നെ നിന്ന് വേകുമ്പോൾ നല്ല ടേസ്റ്റ് ഉണ്ടാവും. ഉള്ളിയെല്ലാം നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. അതിലേക്ക് നമ്മൾക്ക് മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളി ഇട്ട് കൊടുക്കാം. തക്കാളി നന്നായിട്ട് വഴന്ന് വന്നിട്ടുണ്ട്. ഇനി ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് പേസ്റ്റ് നമുക്കതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഒരൽപ്പം മല്ലിയില. എല്ലാ മസാലയും റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾക്കതിലേക്ക് പൊരിച്ചു വെച്ച ചിക്കൻ ആഡ് ചെയ്യാം. ചോറും മസാലയും റെഡി ആയിട്ടുണ്ട്. ഇനി നമ്മൾക്ക് ദമ്മിടാം. അതിനായിട്ട് വലിയൊരു പാത്രം ഞാൻ എടുത്ത് വെച്ചിട്ട് അതിലേക്ക് വാഴയില വഴറ്റി വെച്ചിട്ടുണ്ട്. ഇനി കുറച്ച് ചോറും മസാലയും നമുക്ക് ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾക്ക് ഇതിന്റെ മുകളിൽ മസാല ഇട്ട് കൊടുക്കാം. അപ്പൊ മസാലയൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് അതിന്റെ മുകളിൽ ചോറിട്ട് കൊടുക്കാം. അല്പം മല്ലിയില വിതറാം. ഇതിലേക്ക് പൊടിച്ചു വെച്ച നമ്മൾ നേരത്തെ പറഞ്ഞിട്ടില്ലേ ആ ബിരിയാണി മസാല കുറച്ച് ഇട്ട് കൊടുക്കാം. വറുത്ത് വെച്ചിരിക്കുന്ന അണ്ടിപ്പരിപ്പ്, മുന്തിരി ഇതിന്റെ മുകളിൽ വിതറി കൊടുക്കുക. നമ്മുടെ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. അപ്പം നല്ല സ്വാദിഷ്ടമായിട്ടുള്ള ചിക്കൻ ബിരിയാണി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ.